ഞാനൊന്ന് പോയി കണ്ടു നോക്കട്ടെ. ഡോക്ടർ, 2-3 ദിവസമായി ഭയങ്കര തലവേദന. ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കൂ. എന്താ പേര്? സുരേഷ്. സുരേഷ്, അല്പം കൂടെ കഴിഞ്ഞിട്ട് വരാമോ? ഷുവർ, വരാം. ഓക്കെ, ഐ വിൽ വെയിറ്റ് ഫോർ യു. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ഡോക്ടർ ലൂക്കോസ്. സ്നേഹത്തോടെ എല്ലാവരും എന്നെ ഡോക്ടർ ലൂക്കാച്ചൻ എന്ന് വിളിക്കും. എന്നെ നിനക്ക് പരിചയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബൈബിളിലെ ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയത് ഞാനാണ്. അത് ഞാനൊരു ഡോക്ടറാണ്. സുവിശേഷം എഴുതുന്നതിന് മുമ്പ് ഞാനൊരു ഡോക്ടറായിരുന്നു. ബൈബിളിലെ സുവിശേഷം എഴുതിയ മത്തായിയും യോഹന്നാനും മർക്കോസുമൊക്കെ എഴുതിയ സുവിശേഷത്തിൻ്റെ ചരിത്രം പഠിച്ചിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എഴുതിയ സുവിശേഷമാണ് ഗോസ്പൽ ഓഫ് സെയിൻറ്റ് ലൂക്ക്, ഞാൻ എഴുതിയ സുവിശേഷം. അത് നിങ്ങളോട് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാനങ്ങ് മറന്നുപോയി. യേശു ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അത് ആഘോഷിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. പണ്ടൊരു നാൾ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ, വേണ്ട ഞാനിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ബോറടിക്കും. നമുക്ക് മനോഹരമായ ഒരു പാട്ട് കേൾക്കാം, ദാസേട്ടൻ പാടിയ പാട്ട്, പണ്ടൊരു യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ എന്ന ഗാനം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിടുന്നോ രജപാലക ദേവനാദം കേട്ടു ആമോദര, ദേവനാദം കേട്ടു ആമോദര. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരകരാജകുമാരിയോടൊത്തൊന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ, അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേഥേലേം തന്നിൽ വന്നു, തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേഥേലേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി, രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരകരാജകുമാരിയോടൊത്തൊന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ, അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും
ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ, ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിടുന്നു അജപാലകർ. ദേവനാദം കേട്ടു ആമോദരായി, ദേവനാദം കേട്ടു ആമോദരായി. കുട്ടികൾ എത്ര മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഥ പറഞ്ഞ് ബോറടിപ്പിക്കുന്നതിനേക്കാൾ നല്ല കുഞ്ഞുങ്ങൾ നന്നായിട്ട് അവതരിപ്പിക്കും. എന്തുകൊണ്ട് അവർക്ക് നന്നായിട്ട് ഒരു കയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചുകൂടാ? ബ്യൂട്ടിഫുൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, പലരും ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് അതങ്ങ് അവസാനിപ്പിക്കും. പക്ഷെ ക്രിസ്തുവിൻ്റെ കാലത്ത് അവിടുന്ന് ധാരാളം അത്ഭുതകൃത്യങ്ങളും വീരകൃത്യങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു ഇംഗ്ലീഷ് ഗാനമാകട്ടല്ലേ? ഒരു ഇംഗ്ലീഷ് ഗാനത്തിലൂടെ നമുക്കിത് കേൾക്കാം. മേരി, ആ പാട്ട് മേരി. Did you know that your baby boy will one day walk on water? Mary, did you know that your baby boy will save our sons and daughters? Did you know that your baby boy has come to make you new? This child that you delivered will soon deliver you. Mary, did you know that your baby boy will give sight to a blind man? Mary, did you know that your baby boy will calm a storm with his hand? Did you know that your baby boy has walked where angels trod? And when you kiss your little baby, you've kissed the face of God. Oh, Mary, did you know? Oh, Mary, did you know? The blind will see, the deaf will hear, the dead will live again. The lame will leap, the dumb will speak, the praises of the Lamb. Oh, Mary, did you know That your baby boy is Lord of all creation? Mary, did you know That your baby boy will one day rule the nation? Did you know Did you know that your baby boy is heaven's perfect lamb? The sleeping child you're holding is the great I Mary, did you know
ഡോക്ടർ, എൻ്റെ തലവേദനയുടെ കാര്യം. ഓ, ഐ എം സോറി സുരേഷ്, ഐ വാസ് ഇൻ എ ഹറി. സോ എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇപ്പോഴും നല്ല തലവേദനയാണ് ഡോക്ടർ. ഇരിക്കെ. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? 2-3 ദിവസമായി. ഓ, ഞാൻ നോക്കട്ടെ. കൂടി വരികയാണോ അതോ കുറയുകയാണോ? കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. ഓ, ഒന്ന് ശ്വാസം വലിച്ചു. ഹാർട്ട് ബീറ്റും ലങ്സും ഒക്കെ ഓക്കെയാണ്. ഒരു പക്ഷേ കാലാവസ്ഥയുടേതായിരിക്കും. സുരേഷ് എവിടെയാണ് താമസിക്കുന്നത്? സൗത്ത് സൈഡിനടുത്താണ്. ഓ, സൗത്ത് സൈഡിൽ അവിടെ ഒരു CVS മെഡിക്കൽ ഷോപ്പില്ലേ? ഓ, ഉണ്ട്. CVSലോ വാൾഗ്രീൻസിലോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു കുറിപ്പ് തരാം. ഓക്കെ. എൻ്റെ ഈ സാമ്പിൾ മെഡിസിൻ ഉണ്ടായിരുന്നു, അതെല്ലാം തീർന്നു പോയി. ഐ എം സോറി. കുഴപ്പമില്ല. അപ്പോൾ അവിടെ പോയിരുന്നു വരെ മേടിക്കാമോ? ഓ, ഒരു ഒരു കുഴപ്പമില്ല. ടൈനിലുള്ള കഴിച്ചാൽ മതി, അതിൻ്റെ കാര്യമേ ഉള്ളൂ. ഓ, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. താങ്ക് യു. എന്നാൽ ശരി. താങ്ക് യു. യുനോ, പലർക്കും ഒരു വിചാരമുണ്ട്, യേശുമിശിഹ ലോകത്തിൽ വന്നത് രോഗശാന്തി നൽകാനാണെന്നാണ്. പക്ഷേ യേശുമിശിഹ ലോകത്തിൽ വന്നത് ആത്യന്തികമായി അത്യുന്നതമായ പാപമോചനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അത് പലപ്പോഴും നമ്മൾ മറന്നുപോകും. അത് മറ്റൊരു ഗാനത്തിലൂടെ നമുക്ക് കേൾക്കാം. ദാസേട്ടൻ വളരെ മനോഹരമായിട്ടത് പാടിയിട്ടുണ്ട്. പാപമുലകിൽ എൻ വാസം ചിരം, യേശു തന്നെ എൻ ജീവബലം. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. ആ ഗാനത്തോടൊപ്പമുള്ള അവതരണവും അത് മനോഹരമായിട്ട് നമുക്കിത് പറഞ്ഞു തരും. നമുക്ക് ആ ഗാനം കേൾക്കാം. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. പാപ ഉലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. പാപ ഉലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. വീറോടും ഗർവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നും എന്നെ കാക്കും തിരുസുതനേ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. വാനും ഭൂവും ചരാചരങ്ങളും ഏവം പുകഴ്ത്തുന്നു നിൻ സന്നിധേ. വാനും ഭൂവും ചരാചരങ്ങളും ഏവം പുകഴ്ത്തുന്നു നിൻ സന്നിധേ. പാരിൽ നമുക്കായി
ദൈവസുതനായി പാരിൽ നമുക്കായി ദൈവസുതനായി പാരം കനിവോടെ പാരം കനിവോടെ വന്നു വസിപ്പൂ നീ പാപം പോക്കും ദിവ്യമേഷം കനിവോടെ കനിവോടെ ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ പാപ ഉലകിൽ എൻ വാസം ചിരം യേശു തുണ തന്നെ ജീവബലം പാപ ഉലകിൽ എൻ വാസം ചിരം യേശു തുണ തന്നെ ജീവബലം വീറോടും ഗർവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നും എന്നെ കാക്കും തിരുസുതനേ ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ യേശുവിൻ്റെ ജനനവും അവിടുന്ന് ചെയ്ത അത്ഭുതകൃത്യങ്ങളുമൊക്കെയാണ് നമ്മൾ അവതരണത്തിലൂടെയും പാട്ടിലൂടെയും കേട്ടത്. അവിടുന്ന് പാടുപീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു, ഉത്ഥാനം ചെയ്തു, സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു. ഇനിയും അവിടുത്തെ രണ്ടാമത്തെ ആഗമനത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള കഥ പറയാൻ വേണ്ടി ഞാൻ വീണ്ടും വരാം. നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുവിൻ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ. എനിക്ക് ആശുപത്രിയിൽ പോകാൻ നേരമായി. ഞാൻ ഇന്ന് ഓൺ കോളാണ്, നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. എല്ലാവർക്കും ശുഭരാത്രി.